റാങ്ക് ലിസ്റ്റ് പരീക്ഷ HCT എന്ന ലോവർ പരീക്ഷ പാസ്സാകിച്ചു. ലോവർ പരീക്ഷ പാസ്സായ ഉടനെ ഒരു അധ്യാപകൻ എന്നുള്ള ജോലിക്ക് പ്രവേശിക്കാൻ ക്വാളിഫൈഡ് നേടിയ പുതുപ്പണത്തിനടുത്ത് ചെട്ടിയാർ UP സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ്. ഒരു വർഷം പുതുപ്പണം ചെട്ടിയാർ UP സ്കൂളിൽ അദ്ദേഹം ജോലി ചെയ്തതായിട്ട് എനിക്കറിയാം. 1968 സെപ്റ്റംബർ 16 ബുധനാഴ്ചയാണ് അവിടെ ജോലി പ്രവേശിക്കുന്നത്. മാനേജർ അച്യുതൻ നമ്പ്യാർ. അവിടെ നല്ലൊരു സഹായം തന്നെ അവിടെ കിട്ടിയിട്ടുണ്ട്. അവിടെ അധ്യാപകനായി ചേർന്നിരിക്കാൻ എനിക്ക് അപ്രൂവൽ കിട്ടിയിരുന്നില്ല. അവിടെ ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയും പുതുപ്പണം ജനകീയ കലാവേദി എന്നൊരു ക്ലബ്ബ് രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഓണററിയും കൈപ്പറ്റിക്കൊണ്ടാണ് അവിടെ എന്റെ ജീവിതം നയിക്കുന്നത്. പ്രതിസന്ധികൾ പിന്തുടരുകയായിരുന്നു. 18 വയസ്സ് പൂർത്തിയാവാത്തതിനാൽ അപ്രൂവൽ നിഷേധിക്കപ്പെട്ട സുകുമാരനെ തൊട്ടടുത്ത വർഷം എതിരേറ്റത് അപ്പർ പ്രൈമറി സ്കൂളിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കേണ്ടതില്ലെന്ന സർക്കാർ ഉത്തരവായിരുന്നു. പിന്നീട് 69 അങ്ങനെ വടക്കമ്പോട് സ്കൂളിൽ അധ്യാപകൻ ഒഴിവുണ്ട് എന്ന് മനസ്സിലാക്കി. അത് മനസ്സിലാക്കുന്നത് എന്റെ വീടിന്റെ അടുത്തുള്ള PK ഗോപാലൻ മാഷ് ആണ് ആദ്യമായിട്ട് അമ്മാവനോട് പറയുന്നത്. ചാത്തു മാഷ് അവിടുന്ന് വിട്ടുപോയി. അയാൾ ഗവൺമെന്റ് സർവീസ് കിട്ടിയിട്ട് പോയി. ഗവൺമെന്റ് സർവീസ് കിട്ടിയതിന് പോയതിന് ശേഷമാണ് ഈ സുകുമാരന്റെ അമ്മാവൻ മാധവനാശാരിയായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. അത് ബന്ധപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുൻ പരിചയക്കാരെന്നുള്ള നിലയ്ക്കില്ല ബന്ധമാണ്. അപ്പൊ സുകുമാരനെ പറ്റി പറഞ്ഞപ്പോൾ ശരി, സുകുമാരനെ നമുക്ക് അവിടെ ചേർക്കാമെന്ന് പറയുന്നു. അങ്ങനെ അയാൾ 5 വയസ്സ് അവരെ സ്ഥിതിക്കനുസരിച്ച്, അന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അവർ 500 രൂപ കൊടുത്തിട്ട് ചേർക്കാമെന്നുള്ള നിലയ്ക്കാണ് കൊണ്ടുപോയി ചേർത്തത്. അതിനുശേഷമാണ് ഞാൻ സുകുമാരനെ പരിചയപ്പെട്ടത്. 69 ജൂലൈ 15 ഞാനും VK സുകുമാരനെ വിളിച്ച അന്ന് കേട്ട് വിനീഷ് മാസം ഞങ്ങൾ ഒന്നിച്ചാണ് സർവീസ് കയറുന്നത്. വരുന്ന സമയത്ത് സുകുമാരനൊക്കെ കണ്ടാൽ ഒരു മാഷാണെന്ന് തോന്നല് സ്റ്റുഡന്റ് ആണെന്ന് ആദ്യം മനസ്സിലാക്കിയുള്ളൂ. മാഷാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ മാഷാണെന്നുള്ളത് മനസ്സിലാക്കി. അത്ര യങ്ങായിരുന്നു. ഇന്ത്യയുടെ മനസ്സാക്ഷിക്ക്, സ്വാതന്ത്ര്യബോധത്തിന് ആഘാതമേൽപ്പിച്ച സംഭവമായിരുന്നു 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ. ജനങ്ങളുടെ കണ്ണും കാതും വായും മൂടിക്കെട്ടിയ ഭീകരതയുടെ നാളുകൾ. ആയിരങ്ങൾ ജയിലിലടയ്ക്കപ്പെട്ടു. മൃഗീയമായ മർദ്ദനങ്ങളിലൂടെ എത്രയോ പേർ ജീവച്ഛവങ്ങളായി. ജനങ്ങളുടെ അറിയാനുള്ള സ്വാതന്ത്ര്യത്തെ നിർദ്ദയം നിഷേധിച്ചു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ വ്യക്തികളെ നിരന്തരം വേട്ടയാടി. ഈ അടിയന്തരാവസ്ഥ വന്ന സമയത്ത് എന്നെ അറസ്റ്റ് ചെയ്യാണ്. DAR കേസ് ഉപയോഗിച്ച് എന്നെ അറസ്റ്റ് ചെയ്തു. ജൂൺ മാസം നടത്തിയ ബന്ദിന്റെ പ്രധാന സംഘാടകൻ, പാലേരി ഭാഗത്തുള്ള പ്രധാന സംഘാടകനായിട്ട് എനിക്ക് നീങ്ങേണ്ടി വന്നു. അതിന്റെ പിറ്റേന്ന് കാലത്ത് 11 മണിക്ക് വീട്ടിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്യാണ് പോലീസ്. ചിത്രം വരയ്ക്കാനുണ്ട്, ബാനർ എഴുതാനുണ്ട്, അതിനുവേണ്ടി സുകുമാർ മാഷ് അന്വേഷിക്കുന്നു പറഞ്ഞതാണ് പോലീസുകാരൻ വീട്ടിൽ കയറി വരുന്നത്. 1975 അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ വന്നപ്പോൾ പിന്നെ കോൺഗ്രസിന് വിരോധമുള്ള ആളുകളൊക്കെ ഏതെങ്കിലും രീതിയിൽ കേസ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ പേരാമ്പ്രയിൽ പ്രധാനപ്പെട്ട 2 കേസ്. അതിലൊന്ന് കിണറുള്ള കുഞ്ഞിക്കണ്ണൻ, ഹോട്ടൽ നടത്തുന്ന ആളാണ്. രക്സാറ്റി ചോയിയുടെ അനിയനാണ്. അപ്പോൾ കുഞ്ഞിക്കണ്ണനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ആ കേസ് ഞങ്ങൾ വാദിച്ചു. സുകുമാരമാഷ കള്ളക്കേസിൽ പെടുത്തി ഒരു വലിയ കേസ് കെട്ടിച്ചമക്കുകയായിരുന്നു അവർ ചെയ്തത്. അതായത് കടിയങ്ങാട് പാലത്തിന് മുകളിൽ, കയ്യോലി പാലത്തിന് മുകളിൽ നിന്ന് മെഗാഫോൺ ഉപയോഗിച്ച് അദ്ദേഹം അടിയന്തരാവസ്ഥയ്ക്കും അതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ പൊതുവായ താൽപര്യത്തിനുമെതിരായി പ്രഭാഷണം നടത്തിയെന്ന കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടാണ് കോടതിയിൽ കേസ് കൊടുക്കുന്നത്. മെഗാഫോൺ ഉപയോഗിച്ച് മുദ്രാവാക്യം വിളിച്ചു. ഇന്ദിര മുർദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞ് കേസ് ചാർജ് ചെയ്തു. അതും ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയെന്നും ജീപ്പിന്റെ മുകളിൽ വെച്ചിട്ടാണ് കേസ് ചാർജ് ചെയ്തതെന്നും ബോണറ്റിന്റെ മുകളിൽ വെച്ച് എഴുതിയതാണ് എന്നൊക്കെയാണ് പോലീസ് കേസുണ്ടാക്കിയത്. ആ കേസ് ഞാനൊന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, പുറത്താവുള്ള. വാസുദേവൻ വക്കീൽ ആ കേസ് നടത്തി. എന്നിട്ട് വാസുദേവൻ വക്കീൽ വാദിച്ചു, ഇന്ദിര മുർദാബാദല്ലേ വിളിച്ച, ഇന്ദിര എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് ഇന്ദിരയുടെ പേരില്ലേ, ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ആനയ്ക്ക് ഇന്ദിരയുടെ പേരുണ്ട്. അതുകൊണ്ട് ഇന്ദിര മുർദാബാദ് എന്ന് വിളിച്ചാൽ ഇന്ദിരാഗാന്ധി മുർദാബാദ് എന്ന് അർത്ഥമില്ല എന്ന് പറഞ്ഞ് വാദിച്ച് ആ കേസ് വിട്ടു. പലപ്പോഴും അമ്മയെ